ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഉറപ്പായിട്ടും വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഈ ഒരു കഥയുടെ പേര് ദ ഡെവിൾ. ഈ ഒരു കഥ തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നത് വരെ ഒരു ലോഡ് ട്വിസ്റ്റുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എന്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തേരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ ഒരു കഥ ആരംഭിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുൻപത്തെ കാലഘട്ടത്തിലാണ്. അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാനായിട്ട് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ സൈന്യവും 1000ഓളം തവണ യുദ്ധം ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്ത്യയുടെ പുറത്തു നിന്നാണ് അദ്ദേഹം പോരാട്ടങ്ങൾ നടത്തിയിരുന്നത്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആകെ ഇന്ത്യയിൽ വിശ്വസിക്കുന്നത് ഒരേ ഒരാളെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ട്രിവർണ. അതായത് നമ്മുടെ നേതാജിയുടെ വലങ്കൈ, നേതാജി സ്ഥാപിച്ച റെവല്യൂഷണറി ആർമിയുടെ ഹെഡ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യയുടെ പുറത്തു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നേതാജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവാണ്. എന്നാൽ എപ്പോഴാണ് എവിടെയാണ് നമ്മുടെ നേതാജി വരാൻ പോകുന്നതെന്ന് തന്റെ വലങ്കയായിട്ടുള്ള ട്രിവർണയെ ഒരു ടെലഗ്രാം മെസ്സേജിലൂടെ നമ്മുടെ നേതാജി അറിയിച്ചിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ നേതാജി എങ്ങോട്ടാണ് വരാൻ പോകുന്നതെന്നുള്ള ആ ഒരു രഹസ്യം കണ്ടെത്താന് നേതാജിയുടെ ഒരു അനുയായിയെ ജനറലെ കെട്ടിത്തൂക്കി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര ശരീരം നൊന്നിട്ടും ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമല്ലേ ആ ഒരു രഹസ്യം പറയുന്നത്. അവസാനം ദേഷ്യം വന്ന ജനറലെ അങ്ങേരെ കൊന്നു കളയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്ക് ജനറലിനെ ഒരാളൊരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് എന്താന്ന് വെച്ചാല് ഓൾറെഡി ജനറലിലെ നമ്മുടെ നേതാജിയുടെ ആർമി ഇല്ലാതാക്കാന്, നേതാജിയെ പിടിക്കാന് ഒരു രഹസ്യ ഏജന്റിനെ അവരുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ ഒരു ഏജന്റിന്റെ പേരാണ് ട്രോജൻ. അങ്ങനെ ട്രോജൻ നേതാജി എവിടെയാണ് വരാൻ പോകുന്നതെന്നുള്ള ആ ഒരു മെസ്സേജ് ജനറലിന് അയച്ചു കൊടുത്തതാണ്. അടുത്ത സീനില് മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു വലിയ പാലസ് ആണ്. ആ ഒരു പാലസിന്റെ ഉള്ളിലേക്ക് ഒരു ജോലിക്കാരൻ കടന്നു വരുന്നുണ്ട്. ഇവന്റെ പേരാണ് വേലു. അവൻ നേരെ വരുന്നത് ഒരു രാജകുമാരിയുടെ റൂമിലേക്കാണ്. ഇവരുടെ പേരാണ് വിജയ. അല്ല, ഇവനെന്താ ധൈര്യത്തില് വിജയുടെ റൂമിലേക്ക് വന്നേന്ന് നമ്മൾ കരുതുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ വിജയ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? എന്റെ അച്ഛനെങ്ങാനും ഈ രഹസ്യം അറിഞ്ഞാല് വേലു പറയുന്നുണ്ട് എന്റെ ജീവൻ പോയിരിക്കും. എന്നാൽ അവര് രണ്ടുപേരും ഒന്നിച്ചുള്ള ആ ഒരു ദൃശ്യങ്ങള് കുറച്ചകലെയുള്ള ഒരു ബിൽഡിംഗിൽ നിന്ന് ഏതോ ഒരാള് ബൈനോക്കുറിൽ വെച്ചിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങേരുടെ പേരാണ് അജയ്. അതേ സമയത്ത് നമ്മുടെ വിജയ വേണ്ട, നമുക്ക് ജയ എന്നാക്കാം. ജയയുടെ അച്ഛനായിട്ടുള്ള ജെമ്മിയില്ലേ, അങ്ങേര് അടിച്ചു കിറങ്ങിയിട്ട് അങ്ങേരുടെ പാലസിലേക്ക് വരുവാണ്. അങ്ങനെ നേരെ അങ്ങേരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജോലിക്കാരി ജയയ്ക്ക് കോഫി കൊണ്ടുകൊടുക്കാൻ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് അവള് ഷോക്കായി പോകുന്നുണ്ട്. അതായത് ആരോ ജയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സംഭവം അറിഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസ് ടീം എത്തിയിട്ടുണ്ട്. പോലീസ് ഹെഡിന്റെ പേരാണ് രാസ പാണ്ഡു. ഇങ്ങനെ നമുക്ക് ഇൻസ്പെക്ടർ തന്നെ വിളിക്കാം. ഈ ഒരു ഇൻസ്പെക്ടറിലെ ഇങ്ങനെയുടെ സ്വഭാവം വളരെ മോശമാണ്. അതുമാത്രമല്ല ഇയാളൊരു ബ്രിട്ടീഷ് പോലീസുമാണ്. ഇങ്ങേർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് വേഗം തീർത്താൽ മതി എന്നാണ്. അങ്ങനെ വേലക്കാരുടെ കഴുത്തുടിച്ച് ചോദിക്കുന്നുണ്ട്, നിന്റെ യജമാനി അമ്മ ഒരു കല്യാണത്തിനും അതുപോലെ യജമാൻ ഒരു പാർട്ടിക്കും പോയപ്പോ നീ വീട്ടിൽ നിന്ന് സ്വർണം കക്കാൻ നോക്കിയതല്ലേ? അത് രാജകുമാരി ജയ കണ്ടപ്പോ രക്ഷപ്പെടാനായിട്ട് അവളെ നീ തന്നെയല്ലേ കൊന്നേ? എന്നാൽ അവള് പറയുന്നുണ്ട് ഞാനല്ല. അപ്പോഴാണ് ഒരാള് ജയയുടെ റൂമിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞ് ഒരു ഷാള് കൊണ്ടിരുന്നത്. അപ്പൊ വേലക്കാരി പറയുന്നുണ്ട് അത് വേലിന്റെതാണ്. അപ്പൊ ഇൻസ്പെക്ടർ, ഈ വേലാര? അത് ജോലിക്കാരന്റെ മകനാണ്. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അയാള് പറയുന്നുണ്ട് എന്റെ മോനും രാജകുമാരും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. അപ്പൊ ഇൻസ്പെക്ടർ, അത് പറ, വെറുതെയാണോ? അപ്പോ നിന്റെ മകന് രാജകുമാരിയുടെ ഇഷ്ടം തോന്നിയിട്ട് അവൾ ഉപദ്രവിക്കാൻ നോക്കി. എന്നാൽ അവള് സമ്മതിച്ചില്ല. ആ വാശി തീർക്കാനല്ലേ അവളെ കൊലപ്പെടുത്തിയ. എന്നാൽ ജോലിക്കാര് പറയുന്നുണ്ട് അതിന് വേലിനെയും റാണിയെയും കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ല. അപ്പൊ ഇൻസ്പെക്ടർ, അല്ല ഈ റാണി ആരാ? അവര് വീട്ടിലെ ഒരു ജോലിക്കാരിയായിരുന്നു. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിള് നമ്മുടെ ഇൻസ്പെക്ടറിനെ ഒരു വാളില് രക്തമായത് കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു വാള് നമ്മുടെ ജന്മിയുടേതാണ്. അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ആഹാ, അപ്പൊ അത് പറ, രാത്രി പാർട്ടി കഴിഞ്ഞ് വന്നപ്പോ നിങ്ങളുടെ മകളും ആ ഒരു ജോലിക്കാരും വേലും തമ്മിൽ അവരുടെ റൂമില് ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടപ്പോ ആ ദേഷ്യം തീർക്കാനല്ലേ നിങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയെ? എന്നാൽ അതിനിടയിൽ എങ്ങനെയോ രക്ഷപ്പെട്ട് പേടിച്ചു വിറച്ച വേലു ഈ ഒരു നാട് വിട്ട് തന്നെ എങ്ങോട്ട് ഓടിപ്പോയതല്ലേ? അപ്പോ അങ്ങനെയാണ് ജന്മി നിങ്ങളുടെ വാളില് രക്തം വന്നത്. അങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ജന്മിയെ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ ഒരു വാർത്ത അറിഞ്ഞ് ജനങ്ങളെ തടിച്ചുകൂടുമ്പോ ആ ഒരു ജനങ്ങളുടെ ഇടയിലൂടെ ഒരു പെൺകുട്ടി ഓടി വരുന്നുണ്ട്. ഇവളുടെ പേരാണ് നിഷാദ.
ഇവളെ നമുക്ക് നിഷ എന്ന് വിളിക്കാം. അപ്പോഴാണ് ജയ മരണപ്പെട്ട കാര്യം നിഷ അറിയുന്നത്. ജന്മിയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആ ഒരു കാഴ്ച അജയും അജയുടെ ഭാര്യ റാണിയും മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവര് പോയി കഴിഞ്ഞപ്പോ ആ ഒരു ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഒരു പത്രക്കാരുണ്ടായിരുന്നു. അയാളോട് നമ്മുടെ ഹീറോയിനില്ലേ നിഷ, അവൾ എന്തോ മെസ്സേജ് കൈമാറുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് കടലിലൂടെ നങ്കൂരമിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ആ ഒരു കപ്പല് ബ്രിട്ടീഷുകാരതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പല് കയ്യിലാക്കാനായിട്ട് ചില കടൽ കൊള്ളക്കാര് ട്രൈ ചെയ്യാണ്. അതില് കുറേയധികം ഓഫീസേഴ്സിനെ അവര് കൊന്നു തള്ളുന്നുണ്ട്. അപ്പോഴാണ് അതിലെ കപ്പിത്താന് ബ്രിട്ടീഷ് ഓഫീസർ വിളിച്ചിട്ട് കപ്പല് നടക്കുന്ന കാര്യം പറയുന്നത്. അപ്പോ ഓഫീസർ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ ഒരു കപ്പലില് അവരുടെ ഒരു ഏജന്റ് ഉണ്ട്. ആ ഒരു ഏജന്റിന്റെ പേരാണ് ഡെവിൾ, അതായത് നമ്മുടെ ഈ കഥയിലെ നായകൻ. ഇനി ആ കൊള്ളക്കാരെ രക്ഷിക്കാനേ ആർക്കും കഴിയില്ല. കൊള്ളക്കാരന്റെ നേതാവ് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കടലാണ്. ഈ കടലിലെ വെള്ളവും മത്സ്യവും അതിന്റെ മുകളിലൂടെ പോകുന്ന എല്ലാം ഞങ്ങൾക്കാണ്. കടല് നിങ്ങളതാണെങ്കിൽ മീൻ പിടിച്ച് ജീവിക്കുക, മര്യാദക്ക് കീഴടങ്ങിക്കോ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്താണെന്ന് പറയുന്ന നിങ്ങളുടെ കടലില്ലേ, ആ കടലിലേക്ക് തന്നെ നിങ്ങളെ എല്ലാത്തിനും ഞാൻ പറഞ്ഞയക്കും. എന്നാൽ കൊള്ളക്കാർക്ക് മനസ്സിലാവണ്ടേ, അവര് ഹീറോയുടെ നേർക്ക് പാഞ്ഞു വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അടിയെന്ന് പറഞ്ഞാല് പൊടിപാറുന്ന അടി. അങ്ങനെ അവസാനം അവർ ഓരോരുത്തരെയും കാലുപൊരുക്കി നമ്മുടെ ഹീറോ അയക്കാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോ ഒരു ബ്രിട്ടീഷ് ഏജന്റ് അല്ലേ. അപ്പൊ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഹീറോയെ വിളിപ്പിച്ചിട്ട് കഥയുടെ ആരംഭത്തിൽ ഒരു ജന്മിയുടെ മകള് കൊല്ലപ്പെട്ടിരുന്നില്ലേ, അതില് ജന്മിയെ അറസ്റ്റ് ചെയ്തില്ലേ. അപ്പോ ആ ഒരു കേസ് നമ്മുടെ ഹീറോ ഡെവിളിനോട് അന്വേഷിക്കാൻ പറയാണ്. ആ ഒരു ഓഫീസർ നമ്മുടെ ഇൻസ്പെക്ടർ രാസപണ്ടുവില്ലേ അങ്ങനെ വിളിച്ചിട്ട് ഹീറോ ഡെവിളിനെ കേസ് അന്വേഷണത്തില് ഹെൽപ്പ് ചെയ്യാനും പറയുന്നുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മുടെ ജന്മിയുടെ വീട്ടിലേക്ക് ഹീറോയും ടീമും പോവാണ്. ജന്മിയുടെ ഭാര്യയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവരൊരു പൂജയിലാണ്. കുറച്ച് കഴിയുമ്പോൾ വരുന്ന ജോലിക്കാർ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഒരു വാതില് അടച്ചു വെച്ച കാണുന്നേ. അതിനെക്കുറിച്ച് ഹീറോ ചോദിക്കുമ്പോൾ അത് പണ്ട് മുതലേ ശാപം പിടിച്ച വാതിലാണെന്ന് പറഞ്ഞ് അടച്ചു വെച്ചതാണ്, ഒരിക്കലും ആരും അത് തുറക്കാറില്ല. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം എവിടെ? അങ്ങനെ ആ ഒരു വാള് നമ്മുടെ രാസപ്പണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല പാണ്ഡു, ഈ വാളിൽ നിന്ന് ആരുടെങ്കിലും വിരലിന്റെ അടയാളം കിട്ടിയിരുന്നോ? കിട്ടി സാറേ, നമ്മുടെ ജന്മിയുടേതാ. ആഹാ, ഏത് കൈയുടേതായിരുന്നു സാറേ? വലത് കൈയുടെ തന്നെയാ. അല്ല, രക്തം വാളിന്റെ മുകളിലായിരുന്നോ അല്ലെങ്കിൽ താഴെയായിരുന്നോ? അപ്പൊ പാണ്ഡു പറയുന്നുണ്ട്, സാറേ അത് താഴെ തന്നെയായിരുന്നു. അപ്പൊ ഹീറോ നേരെ പാണ്ഡുവിന് നേരെ ആ വാള് വീശി ചോദിക്കുന്നുണ്ട്, വലത് കൈ കൊണ്ടാണ് വെട്ടിയെന്ന് പറയുകയാണെങ്കിൽ മരണപ്പെട്ട ജയുടെ കഴുത്തിന്റെ ഇടതുഭാഗത്താണ് മുറിവുണ്ടാവേണ്ടത്. എന്നാൽ ആ ഒരു ഡെഡ് ബോഡിയുടെ ഫോട്ടോ ഞാൻ ചെക്ക് ചെയ്തതാ, അതില് വലത് ഭാഗത്താണ് മുറിവ്. അതായത് കൊലയാളി ജയ കൊലപ്പെടുത്തിയത് വലത് കൈ കൊണ്ടല്ല, ഇടത് കൈ കൊണ്ടാണ്. അതുകൊണ്ടാണ് വലത് ഭാഗത്ത് മുറിവ് വന്നത്. അതായത് താൻ കണ്ടുപിടിച്ച പോലെ ജന്മിയല്ല അവരുടെ മകളെ കൊലപ്പെടുത്തിയത്. അതിന്റെ പിന്നില് ഒരു എടങ്കയ്യനായ വേറെ ഏതോ ഒരു കൊലയാളിയുണ്ട്. മറ്റെന്തൊക്കെയോ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡെവിളിലെ നമ്മുടെ ഹീറോയിൻ നിഷയെ കാണുന്നത്. അപ്പോൾ തന്റെ അസിസ്റ്റന്റിനോട് ആ ഒരു പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ മരണപ്പെട്ട ജയയില്ലേ അവളുടെ കസിനാണ്. അതുമാത്രമല്ല നിഷയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല. നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ ഡെവിളിന് ക്രഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ ഒന്ന് നേരിട്ട് കാണാന് ഒന്ന് ചോദ്യം ചെയ്യാന് അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിഷയെ ഡെവിള് ചോദ്യം ചെയ്യാണ്, അല്ല നിഷ, നിനക്ക് പ്രണയം വല്ലതുണ്ടോ? അവള് ചോദിക്കുന്നുണ്ട്, എന്ത് ചോദ്യം അത്? അതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അപ്പോൾ അവള്, എനിക്ക് പ്രണയമൊന്നുമില്ല. അല്ല, ഭാവിയിലെ വരനെ കുറിച്ച് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? ഒരിക്കലും ബ്രിട്ടീഷുകാരന്റെ പോലീസ് ആവാൻ പാടില്ല. സ്വന്തം രാജ്യത്ത് നിന്നിട്ട് രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ശത്രുക്കളല്ലേ അവര്. അപ്പോൾ ചോദ്യം കഴിഞ്ഞില്ലേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അങ്ങനെ നിഷ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഡെവിള് നേരെ പോകുന്നത് നമ്മുടെ ജയയുടെ മരണം നടന്ന അവളുടെ റൂമിലേക്കാണ്. ആ ഒരു റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തൊട്ടടുത്ത ബിൽഡിംഗില് നമ്മുടെ അജയും ഭാര്യയും ഹീറോ കാണുന്നുണ്ട്. അജയുടെ വൈഫ് ഒരു ബ്രിട്ടീഷ് ലേഡിയാണ്. അപ്പോൾ അവരെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമ്മുടെ ജയയുടെ അമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ അവര് പറയുന്നുണ്ട്, എന്റെ ഹസ്ബൻഡ് ജനങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം നമുക്കാണെങ്കിലും അതിന്റെ ഗർവോ അഹങ്കാരോ ഒന്നും നമ്മൾ കാണിക്കാറില്ല. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് അജയുടെ വീട്ടിലേക്കാണ്. അതായത് ആ വീട്ടിൽ വെച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് ഹീറോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അജയോട്, അല്ല ജയയുടെ മരണത്തില് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെന്ന് ചോദിക്കുമ്പോൾ അയാള് അഹങ്കാരത്തിൽ പറയുന്നുണ്ട്, ഓൾറെഡി എനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും പോലീസിനോട് പറഞ്ഞതാ. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അപ്പോഴാണ് നമ്മുടെ ഹീറോ അജയുടെ വീട്ടിലെ ആ ഒരു ബൈനോക്കുലറില്ലേ അത് കാണുന്നത്. അതിലൂടെ നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ നമ്മുടെ ജയയുടെ റൂമില്ലേ അത് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഹീറോ, ആഹാ, അപ്പോ ആ റൂം ചെക്ക് ചെയ്യാനാ ഇത് വാങ്ങി വെച്ചിട്ടുള്ളത്? എന്നാൽ അജയ് പറയുന്നത്, ഞാനിത് സ്റ്റാർ വാങ്ങാൻ വാങ്ങി വെച്ചതാ, ചിലപ്പോ കൈതട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയതായിരിക്കും. അപ്പോഴാണ് അജയുടെ ഭാര്യ റോസില്ലേ അവൾ അങ്ങോട്ട് വരുന്നത്. അവളൊരു ക്ലബിലെ ഡാൻസറാണ്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഡാൻസ് കണ്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഫാനാണ്, ഒരു ഓട്ടോഗ്രാഫ് തരുമോ? അങ്ങനെ അവരുടെ ഓട്ടോഗ്രാഫ് ഹീറോ വാങ്ങി വെക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഡെവിളും അസിസ്റ്റന്റും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിനില്ലേ നിഷ അവളുടെ റൂമിലെ ലൈറ്റ് ഓഫായി ഓണായി കളിക്കുന്നുണ്ട്. അപ്പൊ അസിസ്റ്റന്റ്, അവിടെ എന്തോ കറണ്ടിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്നാൽ ഹീറോ, കാര്യം അതല്ല, ആർക്കോ എന്തോ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മുഖംമൂടിയിട്ട ഏതോ ഒരുത്തൻ അങ്ങോട്ട് കയറിപ്പോയിട്ട് ഇറങ്ങി വരുന്നത് നമ്മുടെ ഹീറോയും
അസസനും കാണുന്നേ. അവനെ ചേസ് ചെയ്ത് പിടിക്കാനേ ഹീറോ പിന്നാലെ പാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവനെ കയ്യിൽ കിട്ടിയപ്പോ കൊതുര് മാറിയിട്ട് അവൻ ഹീറോയെ പറ്റിച്ച് അവിടെ നോടി രക്ഷപ്പെടാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മണിമേഖല എന്ന ഏതൊരു പാർട്ടി പ്രവർത്തക ജനങ്ങളോട് പറയുന്നുണ്ട്, ആയുധം കൊണ്ടല്ല, നമുക്ക് ഗാന്ധിജിയുടെ സമാധാന മാർഗത്തിൽ മാത്രമേ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മണിമേഖലയ്ക്ക് വേണ്ടിയിട്ട് കുറേയധികം ആയുധങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇവര് പറഞ്ഞ പോലെ സമാധാനത്തിന്റെ വഴിയിലല്ല, നമ്മുടെ നേതാജിയുടെ പാതയാണ് ഇവര് സ്വീകരിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും നേരെ പോകുന്നത് നിഷയെ കാണാനാണ്. അവളോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ രാത്രി നിങ്ങളുടെ റൂമില് ഒരു 10-10:30 ലൈറ്റ് ഓണായി ഓഫായിരുന്നല്ലോ, അതിന്റെ കാരണം എന്താ? അപ്പൊ അവള് പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, ഞാൻ ഇന്നലെ ഒരു 8:30 മണിക്ക് തന്നെ ഉറങ്ങാൻ കിടന്നിരുന്നു. ആഹാ, അങ്ങനെയാണോ? അതവിടെ വെക്കട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് ഏതോ ഒരാള് മുഖം മറിച്ചിട്ട് കയറി വന്നിരുന്നല്ലോ. അപ്പൊ നിഷ പറയുന്നുണ്ട്, ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നു കൊടുക്കാതെ ആർക്കുള്ളിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഹീറോ, അതിൽ നിന്നൊരു കാര്യം ഉറപ്പല്ലേ? അതായത് ആരോ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് ഉള്ളിലേക്ക് വരാനുള്ള സിഗ്നലായിട്ടാണ് നിങ്ങളുടെ റൂമിലെ ലൈറ്റ് ഓഫായി ഓണായത്. എന്നാൽ നിഷ, നിങ്ങൾ പറയുന്നതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അടുത്ത സീനില് നമ്മുടെ ഹീറോയ്ക്ക് ജോലിക്കാരൻ ചായ കൊടുക്കുമ്പോ നിങ്ങളുടെ മകനെ കാണാതായാലേ എനിക്ക് സങ്കടമുണ്ട്. അങ്ങനെ ജോലിക്കാരൻ പോയി കഴിഞ്ഞപ്പോ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, അയാളുടെ മകൻ എവിടെയാണെന്ന് അയാൾക്കറിയാം, അപ്പോ അയാളൊന്ന് ഫോളോ ചെയ്യും. അപ്പൊ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ, നമ്മളുടെ മനസ്സിലുള്ളത് ഒരിക്കലും മുഖത്തുണ്ടാവാൻ പാടില്ല, അതായിരിക്കണം ഒരു യഥാർത്ഥ പോലീസുകാരന്റെ കഴിവ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അടുപ്പിലെ തീ ഹീറോ ശ്രദ്ധിക്കുന്നത്. ആ ഒരു തീ ചുവന്ന നിറത്തിലാണ് കത്തുന്നത്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, സാധാരണ മീഥേൻ ഗ്യാസിൽ കത്തുന്ന തീക്ക് നീല നിറായിരിക്കും, എന്നാൽ ഇത് ചുവന്ന നിറാണെങ്കിൽ അതില് കാർബൺ മിസ്സായിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, കാർബൺ ചെടികളുടെയും മനുഷ്യരുടെയും ശരീരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് ഈ കിണറ്റില് ഏതോ ഒരു ബോഡിയുണ്ട്. ഹീറോ കരുതിയ പോലെ തന്നെ ആ ഒരു കിണറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ബോഡി പുറത്തേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിലായിട്ട് ഒരു ചാവി കാണുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി അവള് വേറെ ആരുമല്ല, ആ ഒരു ബംഗ്ലാവിൽ നിന്ന് കാണാതായ ജോലിക്കാരി തന്നെയാണ്. അപ്പൊ ഹീറോ ആ ഒരു ചാവി ഏതാണെന്ന് നമ്മുടെ ജന്മിയുടെ ഭാര്യയോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ ബംഗ്ലാവിന്റെ പിൻഭാഗത്തെ വാതിലിന്റെ ചാവിയാണിത്. എന്നാൽ ആരും തന്നെ ആ ഒരു വാതിൽ തുറക്കാറില്ല. ആ ഒരു ചാവി എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, പിന്നെ എങ്ങനെയാ മറ്റൊരു ചാവി വന്നേ? അപ്പൊ ഹീറോ ഒറിജിനൽ ചാവി ചെക്ക് ചെയ്ത് നോക്കുമ്പോ അതിന്റെ പുറത്ത് മെഴുകിന്റെ അംശം കാണുന്നുണ്ട്. അതായത് ആ ഒരു ചാവി ഉപയോഗിച്ചിട്ട് ഒരു കോപ്പി ചാവി ഉണ്ടാക്കിയിട്ട് ബംഗ്ലാവിന്റെ പിന്നിലെ വാതിൽ തുറന്നിട്ടാണ് ആരോ ഉള്ളിലേക്ക് കയറിയതും ജന്മിയുടെ മകള് ജയയെ കൊലപ്പെടുത്തിയിട്ട് പോയതും. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ ചാവിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അയാളുടെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അയാളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലെന്ന് ഭാര്യ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടെ വെച്ച് ഒരു വ്യത്യസ്ത തരം കഞ്ചാവ് ഹീറോക്ക് കിട്ടുന്നത്. ഹീറോ തന്റെ അസിസ്റ്റന്റിനോട്, ഇങ്ങനെയുള്ള കഞ്ചാവ് എവിടെയാണ് കിട്ടുക, അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയെ. അടുത്ത സീനില് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോ നല്ല സംശയമുള്ളത് നമ്മുടെ അജയില്ലേ, അജയുടെ ഭാര്യ റോസിനെയാണ്. അവരൊരു ക്ലബില് ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ അവരെ കാണാൻ പോണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, രാജകുമാരി ജയ കൊല്ലപ്പെട്ട സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അപ്പൊ അവര് പറയുന്നുണ്ട്, ഞാനന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാ എന്റെ വീട്ടിലേക്ക് വന്നേ, എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് അജയ് ഉണ്ടായിരുന്നു. എന്നാൽ ഓൾറെഡി നമ്മുടെ ഹീറോ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഹീറോ റോസിനോട്, നിങ്ങൾ പറഞ്ഞത് പച്ച നുണയല്ലേ, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു 10 മണിക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ പാർട്ടി കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ആ സമയം നിങ്ങൾ എവിടെയായിരുന്നു? അവരുടെ മുഖത്തുള്ള ടെൻഷൻ കണ്ടിട്ട് നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ആ 2 മണിക്കൂർ നിങ്ങൾ ഉണ്ടായിരുന്നത് ആ ജന്മിയുടെ തോട്ടത്തിലെ ബംഗ്ലാവിലെ അയാളുടെ കിടപ്പറയിലല്ലേ. അവിടെ വെച്ച് എനിക്ക് നിങ്ങളുടെ കമ്മൽ കിട്ടിയിട്ടുണ്ട്. അതായത് ജന്മി നിങ്ങളായിട്ട് ഒരു ബന്ധുവില്ലേ. എന്നാൽ റോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനാണ് ജയയെ കൊലപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? നിങ്ങൾ പറഞ്ഞ പോലെ അന്ന് ജന്മിയുടെ കൂടെ ഞാൻ അങ്ങേരുടെ ബംഗ്ലാവിലുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു 12 മണിക്ക് അങ്ങേർക്കൊരു കോള് വന്നു. അതിനുശേഷം വല്ലാതെ ടെൻഷനില് അങ്ങേര് വീട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങേര് പോയി കഴിഞ്ഞിട്ടാണ് ഞാനും എന്റെ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ടാണ് 2.5 മണിക്കൂർ ഞാൻ ലേറ്റായി വീട്ടിലെത്തിയത്. ഇനിയിപ്പോ ഹീറോക്ക് കണ്ടെത്തേണ്ടത് അന്ന് ജന്മിയെ വിളിച്ചത് ആരായിരുന്നു എന്നാണ്. അങ്ങനെ ടെലിഫോൺ എക്സ്ചേഞ്ചില് അന്ന് വിളിച്ചത് ആരായിരുന്നു ചെക്ക് ചെയ്യുമ്പോൾ അത് വേറെ ആരുമല്ല, റോസിന്റെ ഹസ്ബൻഡ് അജയ് തന്നെയായിരുന്നു. അപ്പൊ ഹീറോയ്ക്ക് വല്ലാതെ സംശയം വരുന്നുണ്ട്. തന്റെ ഭാര്യ റോസുമായിട്ട് ജന്മിക്ക് അഫയർ ഉണ്ടെന്ന് അജയ്ക്ക് ഓൾറെഡി അറിയായിരുന്നു. പിന്നെ എന്തിനായിരിക്കും അയാള് വീണ്ടും ജന്മി വിളിച്ചിട്ടുണ്ടാവുക? അങ്ങനെ അജയ് എടുത്ത് പഞ്ഞു കിട്ടിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അന്ന് ജന്മിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തേ? അന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. എന്നാൽ പോകുന്ന വഴിക്ക് ജന്മിയുടെ ബംഗ്ലാവിന്റെ പുറത്ത് എന്റെ ഭാര്യ റോസിയുടെ കാറ് ഞാൻ കണ്ടിരുന്നു. സംശയത്തില് ഞാൻ പോയി നോക്കിയപ്പോഴാണ് ജന്മിയുടെ കൂടെ എന്റെ ഭാര്യ ഞാൻ കാണുന്നത്. എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ദേഷ്യത്തിൽ ഞാൻ തിരിച്ചെന്റെ റൂമിലേക്ക് വന്നപ്പോ ഒന്ന് സമാധാനത്തിന് ആ ബൈനോക്കുലർ എടുത്തു നോക്കിയത്. അപ്പോഴാണ് ജന്മിയുടെ മകള് ജയയിലെ, അവളും ആ വീട്ടിലെ ജോലിക്കാരൻ വേലുവിനെയും അവരുടെ റൂമില് ഒന്നിച്ച് ഞാൻ കാണുന്നത്. ഓൾറെഡി എന്റെ ഭാര്യ ചീറ്റ് ചെയ്തതില്ലേ, എന്റെ ഉള്ളിൽ പുകയായിരുന്നില്ലേ. അപ്പൊ ആ വേദന ആ ഒരു ജന്മി അറിയാൻ വേണ്ടിയിട്ടാണ്
അയാളുടെ മകളുടെയും ജോലിക്കാരന്റെയും ബന്ധം അയാളെ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് ജന്മി വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ആ ഒരു സമയത്തായിരിക്കാം തന്റെ മകളെയും വേലിനെയും അങ്ങേര് കണ്ടിട്ട് അങ്ങേര് ദേഷ്യത്തിലെ വേലിനെ കൊലപ്പെടുത്തി നോക്കിയപ്പോ അവനെ രക്ഷിക്കാനായിട്ട് ജയ തന്റെ അച്ഛന്റെ തലയിലെ ഒരു ഫ്ലവർ പേസ് വെച്ച് അടിച്ചിരുന്നു. അതില് ബോധം പോയപ്പോ വേലിനോട് നമ്മുടെ ജന്മിയുടെ ബോഡി അങ്ങേരുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാന് ജയ പറഞ്ഞതാണ്. അപ്പോഴേക്കും എന്റെ ഭാര്യ റോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ജന്മിയെ തന്റെ മകളെ കൊലപ്പെടുത്തിയതിന് പോലീസ് കൊണ്ടുപോയില്ലേ. എന്നോട് ചെയ്തതിന് അയാൾക്ക് ദൈവം കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആരോടും പറയാതിരുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജോലിക്കാരനില്ലേ അങ്ങേര് രക്ഷപ്പെട്ടു പോയ വേലിനെ കാണാൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ശരിക്ക് നിനക്ക് എന്താ പറ്റിയേ? കൊക്കയുടെ താഴെ നിന്ന് നിന്നെ എനിക്ക് കിട്ടിയത് ഈ ഒരു മുത്തശ്ശിയ നിന്നെ ജീവനോട് എനിക്ക് തിരിച്ചു തന്നെ. അപ്പോ വേല് ജയയുടെ റൂമിൽ വെച്ച് നടന്നതോ ജമീന്ദാരെ അടിച്ച് ബോധം കെടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നതാണ്. എന്നാൽ ജയയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയില് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിന്റെ പിൻവാതില് തുറന്നിരുന്നു. അവൻ എന്നെ കണ്ടു. അവൻ എന്നെ കൊല്ലാൻ പിന്തുടർന്നു വന്നു. എന്നാൽ അവൻ ആരാണെന്ന് അച്ഛനോട് പറയുന്നതിനുള്ളില് ആ ഒരു വീടിന്റെ പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ സീൻ കട്ടിയത് അടുത്ത സീനിലെ നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും നൈറ്റ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ നിഷയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റന്റ് ആ ഫുഡ് കഴിച്ചുടൻ തന്നെ അവൻ ബോധം കെട്ട് വീഴാണ്. അതില് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഫുഡില് മയക്കുമരുന്ന് മിക്സ് ചെയ്തിരുന്നു. അപ്പോ ഹീറോ ശരിക്ക് നിഷയുടെ റൂം വാച്ച് ചെയ്യുമ്പോൾ ആ ഒരു റൂമിലെ ലൈറ്റ് വീണ്ടും ഓഫായി ഓണായി കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുൻപ് ഒരിക്കൽ വന്ന പോലെ തന്നെ മുഖം മറച്ചിട്ട് ഏതോ ഒരു അജ്ഞാത മനുഷ്യൻ നമ്മുടെ നിഷയെ കാണാന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനെ ഫോളോ ചെയ്തു പോയ നിഷ രഹസ്യമായിട്ട് അവരെന്തോ സംസാരിക്കുകയാണ്. നിഷ ഏതോ ഒരു കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു കോഡ് രഹസ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്. ആ ഒരു കോഡ് ട്രിവർണയ്ക്ക് ഏൽപ്പിക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നേ. എന്നാൽ ആ കോഡ് ഞാൻ എഴുതി വെച്ചിട്ട് രാത്രി കടന്നുറങ്ങി രാവിലെ നോക്കിയപ്പോൾ ആ കോഡ് വേറെ ആരോ കോപ്പി ചെയ്ത് കൊണ്ടുപോയിരുന്നു. എന്നാൽ ആ കോഡ് ലീക്കായ കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. എന്നാൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവര് പറയുന്ന ട്രിവർണ അയാളാരാ? അതിനുള്ളിലെ ആ ഒരു അജ്ഞാതനില്ലേ അവനോടൊന്ന് രക്ഷപ്പെട്ടു പോവാണ്. അപ്പോ നമ്മുടെ ഡെവിള് നിഷയെ ലോക്ക് ചെയ്തിട്ട് അവൻ ആരാന്ന് പറ, അവനെ ഞാൻ തീർത്ത് കളയണം. എന്നാൽ ഇപ്പോ ഞാൻ അവനെ ഷൂട്ട് ചെയ്യാത്തത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പോലീസായ എന്നെ നിനക്ക് ഇഷ്ടമില്ല. അപ്പോ നിനക്ക് അന്നം തരുന്ന ഈ ഒരു കുടുംബത്തോട് നീ നന്ദികേട് കാണിക്കില്ല എന്ന് ഞാൻ കരുതാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് മണിമേഖലയാണ്. മണിമേഖല രഹസ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഒരു ലെറ്റർ ആർക്കോ പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെറ്റർ എന്താന്ന് വെച്ചാല് നമ്മുടെ നേതാജിയുടെ സംഘത്തിൽപ്പെട്ട ഒരു ശങ്കർ എന്ന പാവപ്പെട്ടവനെ നേതാജി എവിടെയാണെന്നുള്ള ആ ഒരു സത്യം പറഞ്ഞു കൊടുക്കാത്തതിന് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ സീനാണ് കഥയുടെ ആരംഭത്തില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അടുത്ത സീനില് ആരും കാണാതെ രഹസ്യമായിട്ട് മരണപ്പെട്ട ജയല്ലേ അവളുടെ റൂമിലേക്ക് നോക്കുമ്പോ അവിടെ ചുമരിലെ എന്തോ എഴുതിയത് അവൻ കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിൻ അമ്പലത്തിലേക്ക് പോകുമ്പോ ഡെവിള് പിന്നാലെ അവളെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പൊ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, നമ്മളൊരു മരണം അന്വേഷിക്കാൻ വന്നതല്ലേ, ഇവളുടെ പിന്നാലെ പോയിട്ട് എന്താ കാര്യം? അപ്പൊ ഹീറോ, ഇന്ന് സൂര്യഗ്രഹണ ദിവസമാണ്, ഇന്ന് ലോകത്ത് ഒരമ്പലം തുറക്കില്ല, അവളപ്പോ ആരെയോ കാണാൻ പോവാണ്, അത് നോക്കി കണ്ടുപിടിക്കേ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരു പ്രസ്സാണ്. അവിടെ കൂടി ആളുകൾ പറയുന്നുണ്ട് ശങ്കരേട്ടന്റെ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഇടയിലെ ഏതൊരു ബ്രിട്ടീഷ് ചാരനുണ്ട്, അവൻ ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ ചെല്ലുന്നത്. എന്നിട്ട് ഷഫി എന്ന ആരെയോ കാണുമെന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഡെവിളിന് ഹീറോയിന്റെ റൂമിൽ നിന്ന് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അസിസ്റ്റന്റ് ഹീറോയിൻ ഏത് പ്രസ്സിലേക്കാണ് പോയത് ആ ഒരു കാര്യം നമ്മുടെ ഡെവിളിനെ അറിയിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡെവിളിന്റെ കയ്യിലെ ആ ഒരു പേപ്പർ കണ്ടിട്ട് ഇതെന്തോ കോഡ് പോലെ ഉണ്ടല്ലോ. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അതായത് ഈ ഒരു പേപ്പറിന്റെ മുകളിലാണ് ഓൾറെഡി ഹീറോയിൻ പറഞ്ഞ പോലെ ഏതോ ഒരാളുടെ ഒരു കോഡ് മോഷ്ടിച്ചിരുന്നില്ലേ, ആ ഒരു കോഡ് വെച്ച് എഴുതിയത്. എന്നാൽ അവനൊരു വലം കൈയാനാണ്, അവൻ എഴുതിയത് ഇടം കൈ വെച്ചിട്ടാണ്. അതേ ഇടം കൈ വെച്ച് തന്നെയാണ് നമ്മുടെ വിജയെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അസിസ്റ്റന്റ് കോഡ് മോഷ്ടിച്ചവനാണോ ഇനി വിജയെ കൊലപ്പെടുത്തിയത്? അപ്പൊ ഹീറോ ഈ ഒരു കോഡിനും അതുപോലെ നമ്മുടെ ഹീറോയിൻ നിഷയ്ക്കും നിഷ തേടിക്കൊണ്ടിരിക്കുന്ന ട്രിവർണയ്ക്കും എന്തോ ഒരു ബന്ധമുണ്ട്. അടുത്ത സീനില് ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന ശങ്കറിനെ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനല്ലേ ഒറ്റുകൊടുത്തത്. ആ ഒരു പട്ടാളക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോ ആരോ ഒരാള് അവനെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. നോക്കുമ്പോ അത് നമ്മുടെ മണിമേഖലയാണ്. അവളുടെ ഷാർപ്പായിട്ടുള്ള വാള് വെച്ചിട്ട് അവനെ കൊന്നു തള്ളുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മണിമേഖലയുടെ പിന്നില് പല രഹസ്യമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അടുത്ത സീനില് നമ്മുടെ ഹീറോയോട് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, അടുത്ത ആഴ്ച നമ്മുടെ ഹീറോ നിഷ അവളെ എങ്ങോട്ടേക്കോ ട്രാവൽ പോകാന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോ ജനറലെ വിളിച്ചിട്ട് ആ ഒരു കോഡ് അങ്ങേർക്ക് പാസ് ചെയ്യാണ്. അപ്പോ ജനറലെ ഇനി എന്താണ് നിന്റെ മൂവ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആദ്യം നിഷയുടെ മനസ്സിൽ കയറി കൂടണം. അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മുടെ ജന്മിയിലെ
അങ്ങനെ ഹീറോയുടെ പവർ ഉപയോഗിച്ചിട്ട് ജാമ്യത്തിൽ ഇറക്കുകയാണ്. അപ്പോ ജന്മിയുടെ ഭാര്യ അതിന് നന്ദി പറയുമ്പോൾ ഹീറോ അതിന്റെ കടമയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ നിഷ പിന്നാലെ പോയിട്ട് നിങ്ങളൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണെന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് എനിക്ക് ദേഷ്യം തോന്നിയത്. എന്നാൽ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് എന്റെ അനിയത്തി ജയയുടെ മരണത്തിൽ നമുക്ക് നീതി കിട്ടുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഞാൻ ധരിച്ച യൂണിഫോം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെന്നതും ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായനെ. എന്നിട്ട് ഹീറോ പോകുന്നതിന് മുൻപ് അടുത്ത പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ മയക്കുമരുന്നൊന്നും മിക്സ് ചെയ്യണ്ടാട്ടാ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിഷയ്ക്ക് നമ്മുടെ ഹീറോയോട് പ്രണയം സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഡെവിളിന്റെ അസിസ്റ്റന്റ് ചോദിക്കുന്നത്, അല്ല സാറേ നിഷ നല്ല കുട്ടിയല്ലേ, അവളെ നിങ്ങളുടെ ലൈഫിൽ സ്വീകരിച്ചൂടെ? അപ്പൊ ഹീറോ അവളെ കുറിച്ച് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൾ ആരിൽ നിന്നോ ആ ഒരു കോഡ് വാങ്ങിയിട്ടില്ലേ, ആ ഒരു കോഡ് വേറെ ആരിൽ നിന്നുമല്ല നേതാജിയിൽ നിന്നാണ് അവൾ വാങ്ങിയിട്ടുള്ളത്. നേതാജിയുടെ രഹസ്യ സംഘത്തിൽ പെട്ടവളാണവൾ. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് ഈ ഒരു നാട്ടിലേക്ക് ഞാൻ വന്നത് ശരിക്ക് ഈ കൊലപാതകം കണ്ടുപിടിക്കാനല്ല, നേതാജി അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ജനറലും എന്നെ അയച്ചത്. അദ്ദേഹം തന്നെയാണ് നിഷയുടെ ഫോട്ടോ എനിക്ക് തന്നിട്ട് ഇവളെ ഫോളോ ചെയ്യാൻ പറഞ്ഞ്. ശരിക്ക് നിഷയുടെ കയ്യിൽ നിന്ന് ആരോ കട്ടുകൊണ്ട് പോയില്ലേ, ആ ഒരു കോഡ് ഏതെന്ന് വെച്ചാൽ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ജനറൽ കിട്ടിയിരുന്നില്ലേ, അതേ കോഡ് തന്നെയാണ്. ആ ഒരു കോഡിൽ എന്താണ് എഴുതിയതെന്ന് അവര് എത്ര റിട്രീവ് ചെയ്യാൻ നോക്കിയിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ അവർ ട്രൈ ചെയ്തിട്ട് അവർക്കത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കൊരു പ്ലാൻ ബി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ബ്രിട്ടീഷുകാരുടെ ഏജന്റായ നമ്മുടെ ഡെവിളിനെ ആ ഒരു നാട്ടിലേക്ക് അയച്ചതും നേതാജി അയക്കുന്ന കോഡുകളൊക്കെ റിസീവ് ചെയ്യുന്ന നമ്മുടെ ഹീറോയിൻ നിഷയിലെ അവളെ മയക്കിയിട്ട് അവൾ വഴി തന്നെ ആ ഒരു കോഡിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ രഹസ്യം അത് ജനറലിന്റെ ടീമിനെ അറിയിച്ചു കൊടുക്കാനാണ് നമ്മുടെ ഡെവിളിനെ അങ്ങോട്ട് അയച്ചത്. അതേ സമയത്ത് നമ്മുടെ ജനറലിന്റെ ടീമിനെ അവരുടെ കോഡിന്റെ ആദ്യ ഭാഗം മനസ്സിലായിട്ടുണ്ട്. അതില് ഓഗസ്റ്റ് 18-ാം തീയതി പൂരി എന്ന ഒരു സ്ഥലത്തേക്ക് 2:30 മണിക്ക് നേതാജി വരുന്നുണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ 18-ാം തീയതി നേതാജിയെ നമുക്ക് ഈസിയായിട്ട് പിടിക്കാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ കോഡിലെ എന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ആദ്യത്തെ കോഡിന്റെ ഉള്ളിലെ രഹസ്യം ടീം കണ്ടെത്തിയില്ലേ, ഉടനെ തന്നെ അവര് അടുത്ത കോഡിലെ രഹസ്യം കണ്ടെത്തിക്കൊള്ളും. ഇനിയിപ്പോ രണ്ടാമത്തെ കോഡ് എന്താണെങ്കിലും അത് അത്ര ഇമ്പോർട്ടന്റും അല്ല, എവിടെയാണ് എന്നാണ് നേതാജി വരാൻ പോകുന്നത് നമുക്ക് മനസ്സിലായില്ലേ, ആ സ്ഥലത്ത് വെച്ച് അങ്ങനെ തീർക്കുക. അപ്പോൾ ഈ ഒരു ദൗത്യവും ഡെവിൾ നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. എന്നാൽ ജനറലിന്റെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഹീറോ നിഷയില്ലേ, അവൾക്ക് ട്രിവറിനെ വഴി പല മെസ്സേജുകളും ലഭിക്കുന്നില്ലേ. ഇനി എങ്ങാനും അവൾക്ക് ഡെവിളിനെ കുറിച്ചോ അല്ലെങ്കിൽ കോംപ്രമൈസിനെ കുറിച്ചോ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും നേതാജി അറിയിക്കും. പിന്നീട് നേതാജി വരാൻ തീരുമാനിച്ച സ്ഥലവും ഡേറ്റും ചിലപ്പോൾ അവർ മാറ്റിക്കളയും. അപ്പോൾ ജനറല് അതോത്ത് ടെൻഷൻ അടിക്കണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കുറച്ച് കാട്ടുവാസികളുണ്ട്, അവരെ അയച്ച് അവളെ തീർക്കാം. അപ്പൊ അസിസ്റ്റന്റ് അല്ല സാറേ നമുക്ക് തന്നെ ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നേതാജിയുടെ സംഘത്തിലുള്ള ട്രിവറിനെയില്ലേ അവൻ അറിയാൻ സാധ്യതയുണ്ട്. പിന്നെ അവൻ നമ്മുടെ സൈന്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. അതിനു പകരം ആ കാട്ടുവാസികള് അവളെ റേപ്പ് ചെയ്ത് കൊന്നുകഴിഞ്ഞാല് നമ്മുടെ മേലെ ആർക്കും സംശയം വരില്ല. എന്നിട്ട് ഹീറോയോട് അപ്പോ നമ്മുടെ സൈന്യത്തെ നീ റെഡിയാക്കി വെക്കുമെന്ന് പറഞ്ഞ് ജനറല് അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിലെ ആ ഒരു കാട്ടുവാസികളിലെ അവര് നമ്മുടെ നിഷയെ ചുറ്റി വളയുന്നുണ്ട്, അതായത് അവളെ ഉപദ്രവിക്കാന്. എന്നാല് നിഷയ്ക്ക് അപകടം സംഭവിക്കാൻ പോവാണ്, അവള് മരണപ്പെടാൻ പോവാണെന്ന് ഓൾറെഡി നമ്മുടെ ഡെവിളിന് മനസ്സിലായിട്ടില്ലേ. ഇനിയിപ്പോ എത്രയൊക്കെ ബ്രിട്ടീഷുകാരന്റെ ഏജന്റാന്ന് പറഞ്ഞാലും അവളെ കുരുതി കൊടുക്കാന് ഹീറോയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവളെ ഉപദ്രവിക്കാൻ വന്ന ആ കാട്ടുവാസികൾ മുഴുവനായിട്ട് നമ്മുടെ ഹീറോ ക്രൂരമായിട്ട് കൊന്നു തള്ളുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ അസിസ്റ്റന്റില്ലേ അങ്ങനെ ജനറലിനോട് ഓടി വന്ന് പറയുന്നുണ്ട്, സാറേ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നിഷ അവളെ രക്ഷപ്പെട്ടു പോയി. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നില് ആ ഒരു ഡെവിള് തന്നെയാണ്. അടുത്ത സീനില് ജനറല് ഹീറോയെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല ഡെവിൾ നീ എന്താ ചെയ്തിട്ട് വന്നിട്ടുള്ളത്? നീ ചെയ്തത് എങ്ങാനും പ്രൂവ് ആയി കഴിഞ്ഞാല് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? സൈലൻസ് ഓഫ് ഡെത്ത്, മരണം തന്നെ. അപ്പോ ഹീറോ പറയുന്നുണ്ട്, ഞാനെങ്ങാനും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ നേതാജിയെ പിടിക്കാന്ന നിങ്ങളുടെ ലക്ഷ്യം അത് വെറും സ്വപ്നമായി പോയനെ. അപ്പൊ ജനറല് അതെങ്ങനെയാ? അപ്പോ ഹീറോ പറയുന്നുണ്ട്, നമ്മുടെ കോഡിന്റെ രണ്ടാമത്തെ ഭാഗം അത് ഇതുവരെ ക്രാക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഹീറോ ഓൾറെഡി ഞാനത് ക്രാക്ക് ചെയ്തു. ആ ഒരു കോഡ് എന്താണെന്ന് വെച്ചാല് നേതാജി വിശ്വസിക്കുന്ന അങ്ങേരുടെ വലം കൈ ട്രിവർണ പൂരി എന്ന സ്ഥലത്തെത്തിയിട്ട് ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയാൽ മാത്രമേ ആ സ്ഥലത്തേക്ക് നേതാജി വരുള്ളൂ. അപ്പോ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അതിന് നിഷയെ രക്ഷിച്ചതുമായിട്ട് ഇതിനെന്താ ബന്ധം? നൈഷയെ കൊന്നുകളഞ്ഞാല് ട്രിവർണനെ ഒരിക്കലും ആ കോഡ് കിട്ടില്ല. സത്യത്തില് ട്രിവർണനെ നേതാജി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന കാര്യം പോലും ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടേയില്ല. അവള് കോഡ് പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രിവർണ ഓൾ ക്ലിയർ മെസ്സേജ് പാസ് ചെയ്യില്ല, നേതാജി പുനെയിലേക്ക് വരൂല്ല. അപ്പോഴാണ് നമ്മുടെ ജനറലിന് ഒരു കോള് വരുന്നത്. അതായത് ഓൾറെഡി അവര് രണ്ടാമത്തെ കോഡ് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ, അത് ഇപ്പോ ഹീറോ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ്, അതായത് ഓൾ ക്ലിയർ. അപ്പോ ജനറൽ പറയുന്നുണ്ട്, എന്നാല് നിഷയെ അവളെ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ, അതിന് എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ SI ഇല്ലേ അങ്ങേരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിജിയുടെ കൊലയാളിയായിട്ട് നിഷയെ അറസ്റ്റ് ചെയ്തോ, ഡിപ്പാർട്ട്മെന്റിനോട്
ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. അപ്പൊ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അവളെ അറസ്റ്റ് ചെയ്ത് വെച്ചാലും അല്ലെങ്കിൽ അവളെ കൊന്നാലും അവൾ ആ കോഡ് ട്രിവർണക്ക് പാസ് ചെയ്യില്ലല്ലോ, പിന്നെ നേതാജി വരില്ല. അപ്പൊ ഹീറോ എന്നാൽ അവളിപ്പോ എന്നെ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്, ബാക്കി ഞാൻ ചെയ്തോളാം. അങ്ങനെ ജനറൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹീറോയിനെ ജയയെ കൊലപ്പെടുത്തിയതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെവിള് നേരെ നിഷയെ കാണാന് ജയിലിലേക്ക് പോകുമ്പോ, അല്ല എന്നെ രക്ഷപ്പെടുത്തിയിട്ട് നീ എങ്ങോട്ട് പോയേ, എത്ര നേരമായി നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. എന്നിട്ട് അവള് ഹീറോയോട്, എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ, ഒരു ഓഫീസറായിട്ടല്ല നിന്നെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട്. അപ്പോ നിഷ പറയുന്നുണ്ട്, എന്റെ ജീവൻ പോയാലും ഇതൊരിക്കലും ഞാൻ പറയില്ല എന്ന് കരുതിയതാ, എന്നാൽ അവരെന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്ത ഈ സമയത്ത് എനിക്ക് ഇനിയും മറച്ചു വെക്കാൻ പറ്റില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ IMAയിലെ സെക്യൂരിറ്റി വിങ്ങില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ പല ചാരന്മാരിൽ നിന്നും പല സന്ദേശങ്ങളും എനിക്കാണ് ആദ്യം കിട്ടുക. ആ ഒരു മെസ്സേജുകൾ ഞാനാണ് പാസ് ചെയ്യാറ്. എന്നാൽ ഒരു 2 ആഴ്ച മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. അത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്നായിരുന്നു. ആ ഒരു കോഡും മെസ്സേജിന് കൂടെ എനിക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു. അതായത് ഇത് കുറച്ച് സീക്രട്ട് ആയതുകൊണ്ട് സാധാരണ ഞാൻ അയക്കുന്ന ആരുടെ കയ്യിലും ആ ഒരു മെസ്സേജ് അയക്കാതെ ഡയറക്റ്റ് ട്രിവർണയുടെ കയ്യിൽ ഏൽപ്പിക്കാനായിരുന്നു. ട്രിവർണയെ എവിടെ വെച്ച് കാണാമെന്നും ആ ഒരു മെസ്സേജിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാത്തിരുന്നപ്പോഴാണ് അതിന്റെ ഇടയിൽ ജയയുടെ കൊലപാതകം നടക്കുന്നത്. അതിന്റെ അടുത്ത ദിവസം ഞാൻ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു മെസ്സേജിൽ രക്തത്തിന്റെ പാടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ആ ഒരു മെസ്സേജ് ആരോ കോപ്പി ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാര്യം നേതാജി അറിയിക്കാൻ നോക്കിയപ്പോൾ ആ ഒരു നമ്പർ കണക്ട് ആയില്ല. ചിലപ്പോൾ അദ്ദേഹം യാത്രയിലായിരിക്കാം. എന്നാൽ ഞാൻ മെസ്സേജ് അയക്കുന്ന ആളുകളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ ആ മെസ്സേജ് പാസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ പെട്ടുപോയത്. നാളെ നേതാജി പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിവർണ എന്തായാലും വരും. അപ്പോൾ എന്റെ കയ്യിലുള്ള ആ ഒരു മെസ്സേജ് അത് അവരെ നിങ്ങൾ ഏൽപ്പിക്കോ. അതുപോലെ ട്രിവർണയോട് ആരോ കോഡ് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കണം. ഇതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ഹീറോ നിഷയെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ആ ഒരു ലെറ്റർ വാങ്ങിയിട്ട് നേതാജി എവിടെയാണ് വരാൻ പോകുന്നത് ആ ഒരു ലൊക്കേഷൻ ഹീറോ നമ്മുടെ ജനറലിന്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ജനറല് മറ്റൊരു പ്ലാൻ ഉണ്ടാക്കാണ്. നിങ്ങൾ ആരും ഈ ഒരു ലെറ്റർ കൊണ്ടുപോണ്ട, മറിച്ച് നിഷാദാണെന്ന് പറഞ്ഞിട്ട് ഒരു നാടക നടിയുണ്ട്, അവളൊരു ഇന്ത്യൻ ലേഡിയാണ്. അവളുടെ കയ്യിൽ ഈ ഒരു ലെറ്റർ ട്രിവർണയുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി കൊടുത്തയക്കാം. അവിടെ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ട്രിവർണയെ പൂട്ടുകയും ചെയ്യാം. എന്നാൽ അതിനുള്ളിൽ നമ്മുടെ ഹീറോ മറ്റൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ജോലി ചെയ്തെങ്കിലും നമ്മുടെ ഹീറോ ആത്മാർത്ഥമായിട്ടാണ് നിഷയെ പ്രണയിച്ചത്. അവള് ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് ചോദിച്ചതല്ലേ, അപ്പോൾ അവളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജനറൽ നിഷ എന്ന് പറഞ്ഞിട്ട് ഒരു നാടക നടിയുടെ കയ്യിലല്ലേ ആ ഒരു മെസ്സേജ് കൊടുത്തയച്ചത്. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മുടെ ഹീറോയാണ് ട്രിവർണയെ പോലെ വേഷം മാറി മുഖവും മറച്ചിട്ട് കയ്യിലാക്കുന്നത്. എന്നാൽ ജനറലിന്റെ ആളുകൾ എന്തുകൊണ്ടാണ് ഹീറോയെ പിടിക്കാത്തെന്ന് വെച്ചാൽ, എങ്ങാനും ആരെങ്കിലും ഫോളോ ചെയ്യുന്നത് ട്രിവർണ കണ്ടു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാൻ പറ്റുന്ന കരുതിയിട്ടാണ്. അങ്ങനെ ഹീറോ നേരെ പോയിട്ട് ഒരു പോസ്റ്റ് ബോക്സിൽ ആ ഒരു ലെറ്റർ ഇടുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അല്ല ആ ലെറ്ററിൽ ഒരു അഡ്രസ്സും ഇല്ലല്ലോ. അപ്പൊ ഹീറോ അഡ്രസ്സ് വേണ്ടല്ലോ, ഈ ഒരു ബോക്സ് തുറന്നിട്ട് അവരുടെ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ലെറ്റർ എടുക്കാലോ. അങ്ങനെ അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആരാണ് ട്രിവർണ അറിയാന്. അങ്ങനെ വൈകുന്നേരമായപ്പോ ഒരു കാർ അങ്ങോട്ട് വരികയാണ്. അതിൽ നിന്ന് നമ്മുടെ മണിമേഖലയിലെ അവളാണ് പുറത്തിറങ്ങുന്നത്. അതായത് മണിമേഖല തന്നെയാണ് നമ്മുടെ ത്രിവർണ, അതായത് നേതാജിയുടെ വലം കൈ. അടുത്ത സീനില് നമ്മുടെ ഹീറോയിനെ പോലീസ് ടീം മറ്റൊരു ജയിലിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഹീറോ ഒരു വണ്ടി ബ്ലാസ്റ്റ് ചെയ്തിട്ട് ആ ഒരു വാന് നിർത്താണ്. എന്നിട്ട് പോലീസിനെ അടിച്ചിട്ടിട്ട് നമ്മുടെ ഹീറോയിൻ നിഷയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോ നിഷ ഹീറോയോട് ആ ഒരു കോഡിന്റെ കാര്യം ട്രിവർനെ നിങ്ങൾ അറിയിച്ചോ, നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, അപ്പോ ഇനി ഭയപ്പെടാനില്ല, നേതാജിയെ രക്ഷിക്കാൻ വേണ്ടത് അത് ട്രിവർനെ ചെയ്തോളും. അങ്ങനെ നിഷ അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടാ? അല്ല ബ്രിട്ടീഷ് പട്ടാളം എന്നെ നിങ്ങളുടെ കൂടെ കണ്ടു കഴിഞ്ഞാലേ അത് നിങ്ങളുടെ ലൈഫിന് തന്നെ ആപത്താണ്, അതറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നേ. സ്നേഹിക്കുന്ന പെണ്ണിനെ അങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അടുത്ത സീനില് നമ്മുടെ നേതാജിയുടെ വിപ്ലവ പാർട്ടിയുടെ കേന്ദ്രമായിട്ടുള്ള ആ ഒരു പ്രസ്സില്ലേ അങ്ങോട്ടേക്ക് ഇടയ്ക്ക് നിഷയുടെ കയ്യിൽ നിന്ന് ഓരോ കോഡ് കളക്ട് ചെയ്യാൻ വരാറില്ലേ, അവൻ വരുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ട് നിഷയുടെ ഫോട്ടോ കൊടുത്ത് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്, ഇവളെ കുറിച്ച് വിവരം തരുന്ന ആൾക്ക് 500 രൂപ, ഇന്നത്തെ കാലത്ത് ഒരു 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു നോട്ടീസ് അടിക്കണല്ലോ. അപ്പോഴാണ് അവിടെ നേതാജിയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ ഒരു നോട്ടീസ് അങ്ങേര് കാണുന്നേ. അല്ല ഇതേതാ നോട്ടീസ്? അപ്പൊ അവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ ചെരുപ്പ് വാങ്ങിയപ്പോ ആ ചെരുപ്പ് പൊതിഞ്ഞു തന്നതാ. അപ്പോ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഒരാഴ്ചക്ക് മുമ്പ് നീ വാങ്ങിയ ചെരുപ്പില് 3 ദിവസം മുമ്പത്തെ ഈ ഒരു നോട്ടീസ് എങ്ങനെയാടാ വന്നേ? അപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ അനിയാൽപ്പെട്ട ഒരുത്തനോ താനും അല്ലേ? അങ്ങനെ അവനെയും അവന്റെ കൂട്ടാളി ഷഫിയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ അവരെ ക്രൂരമായിട്ട് ജനറലും സംഘവും ഉപദ്രവിച്ചിട്ട് ബർമയില് മാത്രം പ്രിന്റ് ചെയ്യുന്ന ആ ഒരു പത്രം നിന്റെ കയ്യിൽ എങ്ങനെ വന്നേ? എന്തിനാടാ നിങ്ങൾ അങ്ങോട്ട് പോയേ? എന്നാൽ ശരീരം എത്ര വേദനിച്ചിട്ടും അവര് സത്യം പറയുന്നില്ല. അപ്പോ ഷെഫിയുടെ മകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവളെ നിനക്ക് ജീവനോടെ കാണണോ വേണ്ടയോ? അവസാനം ഷെഫി പറയുന്നുണ്ട്, ഞങ്ങളോട് കൂടുതലായി ഒന്നും പറഞ്ഞില്ല, എന്നാല് സേഫ് ആണെന്ന
ഒരു കോഡ് മാത്രമാണ് അവർ പാസ് ചെയ്തത്. ജനറൽ മനസ്സിലായിട്ടുണ്ട്, അതായത് നേതാജി വരുന്ന സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറലിനോട് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തില് ഏതോ ഒരു ചാരനുണ്ട്, അതുകൊണ്ടല്ലേ നമുക്ക് ഓൾറെഡി നേതാജി വരാൻ പോകുന്ന സ്ഥലം മനസ്സിലായ കാര്യം അവരറിഞ്ഞത്. അപ്പോൾ ജനറൽ പറയുന്നുണ്ട്, INAയിലെ എല്ലാ ആളുകളെയും ഉടനെ ചോദ്യം ചെയ്യും. അങ്ങനെ സംഘത്തിലെ എല്ലാ ആളുകളെയും അവര് വേട്ടയാടി പിടിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോയുടെ മുഖത്ത് വല്ലാതെ ടെൻഷൻ കണ്ടപ്പോ നിഷ എന്താന്ന് ചോദിക്കുമ്പോ ഹീറോ പറയുന്നുണ്ട്, നിന്നെ പിടിക്കാനുള്ള ഓർഡർ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അതായത് നിങ്ങളുടെ കൂട്ടത്തില് ആരും ഒരാള് ബ്രിട്ടീഷ് ചാരനാണ്. അതായത് നേതാജിയെ കുറിച്ചുള്ള ആ ഒരു കോഡ് അവർക്ക് പാസ് ചെയ്തത് ആ ഒരു ചാരനാണ്. അടുത്ത സീനില് നമ്മുടെ ശേഖറിനോട് ഷഫി പറയുന്നുണ്ട്, സാറേ എന്റെ മകളെ വെച്ച് അവര് ഭീഷണിപ്പെടുത്തിയപ്പോ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു പോയതാ. അത് കുഴപ്പമില്ല, നേതാജി എങ്ങോട്ടാണ് വരാൻ പോകുന്നത് അവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോഴാണ് ഒരു പോലീസുകാരൻ നമ്മുടെ ശേഖറിനെ വീണ്ടും പിടിച്ചുവലിച്ചു കൊണ്ടുപോയിട്ട്, നിന്റെ ഗണ്ണിലെ ബുള്ളറ്റ് കാണുന്നില്ലല്ലോ, ഇതേ ബുള്ളറ്റാണ് നമ്മുടെ ജനറലിന്റെ അനിയന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയത്. അപ്പോ നീയാണല്ലേ അദ്ദേഹത്തെ കൊന്നേ? എന്നാൽ ശേഖർ പറയുന്നുണ്ട്, അങ്ങേരെ കൊല്ലാൻ പോയ കാര്യം സത്യ, എന്നാൽ കോൺഗ്രസ് നേതാവ് മണിമേഖലയിലെ അവരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ്. അവൻ പറയുന്നുണ്ട്, സാറേ മണിമേഖലയായിരുന്നു ട്രിവർണ എന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് നേതാജിയുടെ വലം കൈ അതൊരു പുരുഷനല്ല, മറിച്ച് നമ്മുടെ മണിമേഖലയായിരുന്നു. അടുത്ത സീനില് നമ്മുടെ പോലീസുകാരനില്ലേ അങ്ങനെ നേരെ ഹീറോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, സാറേ ത്രിവർണയെ കിട്ടിയിട്ടുണ്ട്, ജനറലെ അങ്ങോട്ടേക്ക് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹീറോ എന്തോ ഒരു മെസ്സേജ് തന്റെ അസിസ്റ്റന്റിൽ എഴുതി കൊടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാനും പറഞ്ഞ് അവിടുന്ന് നേരെ പോകുന്നത് ഓൾറെഡി നമ്മുടെ ട്രിവർണയായ മണിമേഖലയുള്ള സ്ഥലം ആ ഒരു ബ്രിട്ടീഷ് സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. അവര് അവളെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. ട്രിവർണയുടെ കൂട്ടാളികൾ മുഴുവൻ അവര് കൊന്നു തള്ളുകയാണ്. എന്നാൽ മണിമേഖല ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് ആത്മഹത്യക്ക് ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ പറന്നു വന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ട്രിവർണ പറയുന്നുണ്ട്, എന്റെ നേതാജിനോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഫ്രീഡം ഞങ്ങൾക്ക് തന്നേക്കൂ, എന്റെ അവസാനത്തുള്ളി രക്തം വരെ ഞാൻ തന്നേക്കാം. അപ്പോൾ ജനറല് ആയിക്കോട്ടെ. എന്നിട്ട് അസിസ്റ്റന്റിനോട്, നീ ഇവളെ എത്ര വേണേലും ഉപദ്രവിച്ചോ, എന്ത് വേണേലും ചെയ്തോ, എന്നാൽ എനിക്ക് ആ രഹസ്യം കിട്ടണം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ബോസ് അങ്ങേരെ എങ്ങോട്ട് വരാൻ പോന്നെ? ത്രിവർണ അവന്റെ മുഖത്ത് തുപ്പാണ്. അതിൽ കാലി വന്നിട്ട് അവളെ അവൻ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. എന്നാൽ അവന്റെ നെറ്റിലൊരു മുറിവിട്ടിട്ട് അവള് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഒരു പോലീസുകാരോട് പറയുന്നുണ്ട്, അവളെ തീർത്തേക്ക്. അങ്ങേരെ അവളെ കൊല്ലാൻ വരുമ്പോ അയാളുടെ നെഞ്ചില് ഒരു കത്തി ഇറങ്ങുന്നുണ്ട്. അത് വേറെ ആരുതല്ല, നമ്മുടെ ഹീറോയുടേതാണ്. എന്നിട്ട് മണിമേഖലയോട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓൾറെഡി നമ്മുടെ മെസ്സേജ് ചോർന്നു പോയിട്ടുണ്ടെന്ന്, എന്നിട്ട് എന്താ നീ ശ്രദ്ധിക്കാതെ? അത് കേട്ടപ്പോ അവള് ഷോക്കായി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശേഖർ പറയുന്നത്, ഡെവിൾ അത് വേറെ ആരുമല്ല, നമ്മുടെ നേതാജിയുടെ വലം കൈയാണ്, അതായത് യഥാർത്ഥ ട്രിവർണ. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആ ഒരു ബ്രിട്ടീഷ് പട്ടാളത്തെ കൊന്നു തള്ളുന്നുണ്ട്. അപ്പോ അസിസ്റ്റന്റ് കൂടെ നിന്ന്, നീ ചതിക്കായിരുന്നല്ലേ, എന്റെ ദേഷ്യം തട്ടിപ്പറിക്കാൻ നോക്കിയിട്ട് ന്യായം പറയുന്നു. എന്റെ ചീഫ് നേതാജി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, യുദ്ധം ജയിക്കാന് വെറും ന്യായം മാത്രം പോരാ, എതിരാളിയുടെ ചിന്തകൾ കൂടി നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാടാ നിന്റെയൊക്കെ സംഘത്തില് ഞാൻ ചേർന്നത്. പിന്നെ മണിമേഖല അവള് എന്റെ നേതാജിക്ക് വേണ്ടിയിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങിയില്ലേ, എന്റെ ജീവൻ നൽകി അവളെ ഞാൻ രക്ഷിച്ചപ്പോ അവളുടെ മാനത്തിന് നിന്റെ പോലീസ് വില പറഞ്ഞാല് അവനെ ഞാൻ കൊല്ലാതെ പിന്നെ പൂജിക്കണം. എന്നാല് നിന്റെ കാര്യം തീർന്നടാ. അപ്പൊ ഹീറോ, എന്നാൽ ഈ ചുമരിന്റെ പുറത്തേക്ക് ഞാനാണ് ട്രിവർണ എന്ന സത്യം അറിഞ്ഞ ഒരുത്തനും പോവാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു ബ്രിട്ടീഷ് പോലീസിന് മുഴുവനായിട്ട് ഹീറോ പാഞ്ഞു കൊല്ലുന്നുണ്ട്. അപ്പോ അസിസ്റ്റന്റ്, നീ ഇനി എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ ബോസിനെ നിനക്ക് രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഹീറോ, നേതാജിയുടെ ചുറ്റിലുമുള്ള നിഴലാണ് ഈ ട്രിവർണൻ. ഇവിടെ നടക്കാൻ പോകുന്നത് അത് യുദ്ധമല്ല, കൂട്ടക്കുരുതിയാണ്. ഈയൊരു ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തുടച്ചു നീക്കുന്നവരെ ഈയൊരു ട്രിവർണന് ഇനി വിശ്രമമില്ല. കാരണം ഈ ഭൂമി അത് ഞങ്ങളുടേതാണ്. അങ്ങനെ ആ ഒരു അസിസ്റ്റന്റിനെ അടിച്ചു കൊന്നിട്ട് പറയുന്നുണ്ട്, നീ ഭൂമി ആഗ്രഹിച്ചു വന്നതല്ലേ, ഈ ഭൂമിയുടെ അടിയിൽ ഒരു 6 അടി മണ്ണ് നിനക്ക് ഞാൻ തരാൻ പോവാണ്. അപ്പോൾ ശേഖർ പറയുന്നുണ്ട്, ഒരേ സമയത്ത് നമ്മുടെ ഏജൻസിനെ മുഴുവനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഹീറോ, നമ്മളുടെ ഇടയിൽ ഒരു ചാരനുണ്ട്, അവനെ കണ്ടെത്തുന്നവരെ നേതാജി അടക്കം നമ്മൾ ആരും സേഫ് അല്ല, ആദ്യം അവനെ കണ്ടെത്തണം. അടുത്ത സീനില് നമ്മുടെ ഹീറോ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മെസ്സേജ് നിഷയ്ക്ക് കിട്ടുകയാണ്. അതായത് നേതാജിയോട് ഓൾ ക്ലിയർ എന്ന ആ ഒരു മെസ്സേജ് പാസ് ചെയ്തേക്ക്. അടുത്ത സീനില് നമ്മുടെ ജനറൽ കാണുന്നത് അയാളുടെ സൈന്യത്തിന്റെ ചത്തുമലച്ച ജഡങ്ങളാണ്. അയാള് കോപത്തിൽ ജ്വലിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിലെ മരണപ്പെട്ട ജയയുടെ വീടിന്റെ ഒരു ഫേക്ക് കീഴുണ്ടാക്കിയ തേവയിലെ അവനെ കണ്ടെത്തിയിട്ടുണ്ട്. അവനോട് ചില കാര്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറയുമ്പോൾ അവനോടൊന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ അവനെ വളഞ്ഞു പിടിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്, ആ ബംഗ്ലാവിന് ഒരു മറു താക്കോല് നീ ആർക്ക് വേണ്ടിയാ ഉണ്ടാക്കി കൊടുത്തേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ജന്മിയുടെ വീട്ടിലെ ജോലിക്കാരിക്ക് വേണ്ടിയാണ്. അവള് പറഞ്ഞത് സ്നേഹിക്കുന്ന 2 ആളുകൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാനെന്നാണ്. എന്നാൽ ഹീറോയുടെ അസിസ്റ്റന്റ്, അല്ല അതെന്തായാലും നമ്മുടെ വേലും ജയ് ആയിരിക്കില്ല, കാരണം അവര് രണ്ടുപേരും ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ആ ലവേഴ്സ്
അത് ഹീറോയിൻ നിഷയും അവള് സിഗ്നൽ കൊടുത്ത് അവളെ കാണാൻ വന്ന ആ മുരുകനുമാണ്. ചിലപ്പോ അവര് തമ്മിൽ പ്രണയിക്കുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഇടക്കിടക്ക് നിഷയെ കാണാന് അവൻ വരുന്ന കണ്ടപ്പോ ആ ഒരു ജോലിക്കാരി റാണി തെറ്റിദ്ധരിച്ചതായിരിക്കാം. അടുത്ത സീനില് നമ്മുടെ ജനറലില്ലേ ആ ഒരു മുരുകനെ കൂട്ടിക്കൊണ്ടുവരുവാണ്. അതായത് ഇവൻ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ചാരൻ. നമ്മുടെ ഹീറോന്റെ വീട്ടിൽ നിന്ന് ആ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് ബ്രിട്ടീഷുകാർക്ക് ആദ്യം തന്നെ അയച്ചു കൊടുത്തത് അത് ഇവനായിരുന്നു. ജനറൽ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്റെ സ്ഥലത്ത് വന്ന് എന്റെ ആളുകളെ കൊലപ്പെടുത്തിയ? അപ്പോ അവൻ പറയുന്നുണ്ട്, അത് ട്രിവർനെയാണ്. ട്രിവർനെ വേറെ ആരുമല്ല, അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡെവിളാണ്. എന്നാൽ അവനെ പിടിക്കാന് ചെറിയ സൈന്യം കൊണ്ട് പോയിട്ട് കാര്യമില്ല. എത്ര വലിയ സിംഹാണെങ്കിലും ഒരു 100 ആളുകള് മുൻപിൽ നിൽക്കുമ്പോൾ ഒന്ന് വിറയ്ക്കും. അവനിൽ നിന്ന് മാത്രമേ ഇനി നേതാജി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ജനറല് ആ രഹസ്യം അറിഞ്ഞാല് പിന്നെ അവനെ ഞാൻ കൊന്നുകളയും. അടുത്ത സീനില് നമ്മുടെ ഹീറോയോട് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോ ശരിക്ക് ജയെ കൊലപ്പെടുത്തിയത് അതാരാണ്? നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? നേതാജി സംഘത്തിലിരുന്നിട്ട് ആ ഒരു ബ്രിട്ടീഷുകാർക്ക് സേവ ചെയ്തില്ലേ മുരുകൻ, അവൻ തന്നെയാണ്. അതായത് പലപ്പോഴും മുരുകൻ നമ്മുടെ നിഷയെ കാണാന് കോഡുകള് കൈമാറുന്നതിനെ കുറിച്ച് സംസാരിക്കാന് അവൻ ആ ബംഗ്ലാവിലേക്ക് വരാറുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട ജോലിക്കാരി എന്താ കരുതിയെ നിഷയും മുരുകനും തമ്മിൽ പ്രണയത്തിലാണെന്ന്. അപ്പോ ജോലിക്കാരിയായ റാണിയിലെ അവള് പൈസക്ക് വേണ്ടിയിട്ടാണ് മുരുകനെ ഹെൽപ്പ് ചെയ്യാൻ ആ വീടിന്റെ പിൻവാതിലിന്റെ ചാവി ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ നേതാജി വരാൻ പോകുന്ന ആ ഒരു മെസ്സേജിലെ അത് വേറെ ആരോടും ഷെയർ ചെയ്യാതെ ട്രിവറിനോട് മാത്രം ഷെയർ ചെയ്യാനല്ലേ ഹീറോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു കോഡിലെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിന്റെ റൂമിലേക്ക് ഒരിക്കൽ മുരുകൻ വന്നത്. എന്നാൽ ആ കാഴ്ച അവിചാരിതമായിട്ട് ജയ കണ്ടിരുന്നു. അവന്റെ മുഖം ജയ കണ്ടില്ലേ. ഇനിയിപ്പോ ഹീറോ നിഷയോട് അവൾ എന്തെങ്കിലും പറഞ്ഞാലോ? അങ്ങനെ ജയ കൊല്ലാൻ ശ്രമിക്കുമ്പോ അവന്റെ വലത് കൈ വാതിൽ കുടുങ്ങിപ്പോവാണ്. അതുകൊണ്ടാണ് അവന്റെ ഇടത് കൈ കൊണ്ട് വാളെടുത്തിട്ട് ജയയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിട്ട് അവിടുന്ന് പോയത്. ഇതേ കാര്യം നമ്മുടെ ഹീറോ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം നിഷയുടെ റൂമിലേക്ക് പോയിട്ട് അവളെ ബോധം കെടുത്തുന്ന മരുന്ന് സ്മെല്ല് ചെയ്യിച്ചിട്ട് ഓൾറെഡി അവന്റെ വലത് കൈന് മുറിവ് പറ്റിയില്ലേ, അതുകൊണ്ട് അവന്റെ ഇടത് കൈ കൊണ്ട് ആ ഒരു കോഡ് കോപ്പി ചെയ്തിട്ടാണ് അവിടുന്ന് പോയത്. ഓൾറെഡി ഹീറോ ഇതേ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു റൈറ്റ് ഹാൻഡറാണ് ഇടത് കൈ കൊണ്ട് ആ ഒരു കോഡ് എഴുതിയത്. അപ്പോ ഇതിന്റെയൊക്കെ പിന്നില്, അതുപോലെ ജയയുടെ കൊലപാതകത്തിന് പിന്നിലും ആ ഒരു മുരുകൻ തന്നെയാണ്. അപ്പൊ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പോ വേലക്കാരി അവരെങ്ങനെയാ കൊല്ലപ്പെട്ടത്? അതായത് ജയയെ കൊലപ്പെടുത്തിയിട്ട് മുരുകൻ രക്ഷപ്പെടാൻ നോക്കിയപ്പോ അവന്റെ ശരീരത്തിലെ രക്തം കണ്ടിട്ട് നീ എന്റെ രാജകുമാരിയെ എന്താ ചെയ്തെന്ന് ചോദിച്ചപ്പോ ഇനി അവൻ അവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവളുടെ കഴുത്തിൽ കയറിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ ഒരു കിണറ്റിൽ തള്ളിയിട്ട് പോയതാണ്. അതുപോലെ അന്ന് രാത്രി ജയയുടെ റൂമിലേക്ക് വന്ന അവളുടെ കാമുകനില്ലേ നമ്മുടെ വേല്, അവനും മുരുകനെ കണ്ടിട്ടുണ്ടെന്നുള്ള സംശയത്തിലാണ് അവനെയും അവന്റെ അച്ഛനെയും തേടിപ്പോയിട്ട് കൊന്നു കളയുന്നത്. അടുത്തത് നിഷയുടെ ജീവൻ ആപത്താണ്, അതുകൊണ്ട് വേഗം തന്നെ അവളെ കാര്യം അറിയിക്കണം. എന്നാൽ ഹീറോ എത്തുന്നതിന് മുൻപ് മുരുകൻ നിഷയുടെ മുൻപിലെത്തിയിട്ട് അവളോട് പറയുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷ പോലെ ഡെവിള് അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യല്ല, അവനൊരു ബ്രിട്ടീഷ് ഏജന്റാണ്. അവനാണ് ആ ഒരു കോഡ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എത്തിച്ചു കൊടുത്ത്. അത് കേട്ടപ്പോ നിഷയുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോ നിഷ പറയുന്നുണ്ട്, നേതാജി അയച്ച ആ ഒരു മെസ്സേജില്ലേ അതില് ഓൾ ക്ലിയർ എന്ന ആ ഒരു കോഡ് പാസ് ചെയ്താലേ അദ്ദേഹം ഇങ്ങോട്ട് വരുള്ളൂ. അതിനെക്കുറിച്ച് ഓൾറെഡി ഡെവിളിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡെവിള് അങ്ങോട്ട് പോയിട്ട് ആ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ വേണം ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാന്. അങ്ങനെ മുരുകനെ കൂട്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് അവർ പോവാണ്. അതിനുള്ളിൽ നിഷയെ രക്ഷിക്കാന് ഹീറോ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ മുരുകൻ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെയും നിന്നെയും ചതിച്ച ആ ഒരു ദ്രോഹി ഡെവിളിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകള. അവളും നമ്മുടെ ഹീറോയുടെ നെഞ്ചില് ബുള്ളറ്റ് ഇറക്കുന്നുണ്ട്. എന്നാൽ നെഞ്ചില് വെടിയേറ്റിട്ടും നമ്മുടെ ഹീറോയിലെ വണ്ടിയുടെ ഹോണ് വഴി എന്തോ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ മുരുകന്റെ കൂടെ നിഷ നേതാജി രക്ഷിക്കാന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നേരെ പോകുന്നത് ഒരു ലൈറ്റ് ഹൗസിലേക്കാണ്. അതായത് ഇവിടെ വെച്ചിട്ടാണ് ഓൾ ക്ലിയർ എന്ന ആ ഒരു മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. അങ്ങനെ ഓൾ ക്ലിയർ എന്ന ആ ഒരു മെസ്സേജ് ഒരു സിഗ്നലിലൂടെ നേതാജിക്ക് അവള് പാസ് ചെയ്യുന്നുണ്ട്. നിഷ പറയുന്നുണ്ട്, ഇനി അധികം വൈകാതെ നമ്മുടെ നേതാജി ഇവിടേക്ക് എത്താൻ പോവാണ്. അങ്ങനെ നേതാജി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മുരുകനില്ലേ ആ ഒരു ലൈറ്റ് ഹൗസ് ഷൂട്ട് ചെയ്ത് തകർത്ത് കളയാണ്. അതായത് ബ്രിട്ടീഷ് ആർമിക്ക് അവൻ സിഗ്നൽ കൊടുത്തതാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ആ ഒരു ആർമി മുഴുവനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോ നിഷ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതിപ്പോ എന്താ ചെയ്തേ? അപ്പോ മുരുകൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞ പോലെ ഡെവിൾ അല്ല ബ്രിട്ടീഷുകാരുടെ സ്പൈയെ, അത് ഞാനാണ്. എനിക്ക് നിങ്ങളെപ്പോലെ നരകച്ച് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു ഡെവിള് ആരാണെന്ന് നിനക്കറിയോ? നിന്റെ നേതാജിയുടെ വലം കൈയായിട്ടുള്ള ത്രിവർണയാണ്. അത് കേട്ടപ്പോ നിഷ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ജനറല് അവരുടെ മുൻപിലെത്തിയപ്പോ അയാളെ നോക്കിയിട്ട് നമ്മുടെ നിഷ ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോ ഇവൾ എന്തിനാ ചിരിക്കുന്നെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ നിഷ പറയുന്നുണ്ട്, ഞാൻ കുറച്ചു നേരത്തെ നേതാജിക്ക് എന്ത് മെസ്സേജ് കൊടുത്തെന്ന് നിങ്ങൾ കരുതിയിട്ടുള്ളേ? ഇങ്ങോട്ടേക്ക് വരണ്ട, സേഫ് അല്ല എന്നുള്ള മെസ്സേജാണ് ഞാൻ പാസ് ചെയ്തേ. എന്നാൽ വേറൊരാള് ഇങ്ങോട്ടേക്ക്
വരുന്നുണ്ട്. അയാൾക്ക് മെസ്സേജ് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചു നേരത്തെ നമ്മുടെ ഹീറോയെ നിഷ ഷൂട്ട് ചെയ്തിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് ഹീറോ ഹോൺ അടിച്ചുകൊണ്ട് എന്തോ മെസ്സേജ് പാസ് ചെയ്തിരുന്നില്ലേ? അത് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ട്രിവർണ, നിന്റെ കൂടെയുള്ളതാണ് ചാരൻ. അതായത് രണ്ടുപേർക്കും കോഡിങ് വ്യക്തമായിട്ട് അറിയാലോ. അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ആരായിരിക്കും അങ്ങോട്ട് വരാൻ പോകുന്നത്? നമ്മുടെ ഹീറോ ആയിട്ടുള്ള ത്രിവർണ തന്നെ. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യത്തെ ഓരോരുത്തരും നമ്മുടെ വൺ മാൻ ആർമി ആയിട്ടുള്ള ഡെവിള് കൊന്നു തള്ളുന്നുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഡെവിള് ബ്രിട്ടീഷ് സൈന്യത്തിൽ വർക്ക് ചെയ്തതല്ലേ, ആ ഒരു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ബീരങ്കി കൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയും മണ്ണിനിടയിലേക്ക് അയക്കുന്നുണ്ട്. ആ ഒരു സൈന്യത്തെ മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഹീറോ നേരിടുന്നത് അത് വേറെ ലെവൽ സീനാണ്. എന്നിട്ട് മുരുകനെയും ബീരങ്കി വെച്ച് പൊട്ടി ചെതറിച്ചളിയുന്നുണ്ട്. അവസാനം ജനറലെ ഷൂട്ട് ചെയ്തിട്ടിട്ട്, ജനറലെ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ സൈന്യത്തിലെ ഒരു പോരാളി തന്നെയാണ്. നേതാജിയുടെ സംഘം നിങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ അവരോട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ നിങ്ങളെ മുരുകൻ കൊലപ്പെടുത്തി ജനറലിനെ കൊന്ന, മുരുകനെ കൊന്ന എനിക്കിനി ബ്രിട്ടീഷ് സൈന്യം മെഡല് തന്ന് ആദരിക്കാൻ പോവാണ്. അതായത് എന്നേക്കുമായിട്ട് ഈ ഒരു ഡെവിൾ ബ്രിട്ടീഷ് ഏജന്റായിട്ട് തന്നെ നിലകൊള്ളും. അങ്ങനെ നമ്മുടെ ജനറലിനെയും തട്ടിക്കളയാണ്. അങ്ങനെ നമ്മുടെ നേതാജിയെ ട്രിവർണ രക്ഷപ്പെടുത്തിയതാണ്. എന്നാൽ ഒരിക്കലും ചരിത്രത്തിന്റെ ഒരു താളിലും തന്റെ പേര് വരണമെന്ന് ത്രിവർണ ആഗ്രഹിച്ചിരുന്നില്ല. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ? ഒരു വാർ മൂവി അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ, ആക്ഷൻ പാക്ക്, റൊമാന്റിക് മിസ്റ്ററി എല്ലാം അടങ്ങിയ ഒരു ലോഡ് ട്വിസ്റ്റുകൾ നിറച്ച അടിപൊളി കഥയായിരുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഒന്ന് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.